അപ്പോൾ ഈ ഭക്ഷണശീലങ്ങൾ മൈഗ്രെയിനെ ബാധിക്കാറുണ്ടോ? ഭക്ഷണശീലങ്ങൾ ബാധിക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രിഗറിങ് ഫാക്ടറായിട്ടാണ് അതിനെ നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. ആ തരത്തിലാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. എപ്പോഴും ഓവർ സ്പൈസി, സോൾട്ടി, ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്ന ആൾക്കാർക്ക്, ഇതിന് സാധ്യതയുള്ള ആൾക്കാരിൽ, ഇതൊക്കെ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഉണ്ടാവണമെന്നല്ല, ഇതിന് സാധ്യത, മൈഗ്രെയിന് സാധ്യതയുള്ള ഒരാളിൽ ഇതൊക്കെ ഒരു ട്രിഗറിങ് ഫാക്ടർ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളത് ഒഴിവാക്കേണ്ടതുണ്ട്. നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മാറിപ്പോവേണ്ടതുണ്ട്. ഇതിൽ ഈ ആസ്മയുടെ കാര്യത്തിലൊക്കെ പറയുന്നത് പോലെ തന്നെ ആസ്മ, സോറിയാസിസ്, അതുപോലെ തന്നെ മൈഗ്രെയിൻ പോലുള്ള കാര്യങ്ങൾ നമ്മുടെ കോസ് അല്ലെങ്കിൽ അതിൻ്റെ എന്താണോ കാരണം എന്നുള്ളത്, നമ്മൾ അലർജിയുടെ കേസിൽ പറയുന്നത് ആർട്ടിക്കേരിയ, അതായത് ഈ ശീതപിത്തം എന്ന് പറയുന്ന ദേഹത്ത് പുഴുവാട്ടി വരുന്ന ഒരു കണ്ടീഷനാണ്. ഇതിനൊക്കെ കോമൺലി ഉള്ളതെന്ന് ചില ഇൻഡിവിജ്വൽ വേരിയേഷൻ ഉണ്ട്. ആ ഇൻഡിവിജ്വൽ വേരിയേഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ കാരണങ്ങളിൽ നിന്ന് നമ്മൾ അവരവർ തന്നെ മാറി നിൽക്കുകയാണെങ്കിൽ ഒരുപാട് ഇതിൻ്റെ എപ്പിസോഡ്സിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കും.